कराग्रे वसति लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शन रवये नमः भानवे नमः रवये नमः भानवे नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे അമ്പലപ്പുഴയൊരു അമ്പാടി ഉണ്ണിക്കണ്ണൻ വാണിടുമമ്പാടി അമ്പലപ്പുഴയൊരു അമ്പാടി ഉണ്ണിക്കണ്ണൻ വാണിടുമമ്പാടി ഗോക്കളം ഭക്തഗണങ്ങളെ മേച്ച് ഗോക്കളം ഭക്തഗണങ്ങളെ മേച്ച് ഗോവിന്ദൻ വാണിടും അമ്പാടി. അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ മഹനീയമായ കിഴക്കേ നടക്ക് തിരുമുന്നിലാണ് ഇപ്പോൾ നാം ഉള്ളത്. ഈ കിഴക്കേ നടക്ക് മുന്നിലെ വഴി ഭഗവാന്റെ വിഗ്രഹം ആദ്യം കൊണ്ടുവന്ന വഴിയാണ്. ചമ്പക്കുളം മൂലം വള്ളംകളിക്ക് കാരണമായ ആ ഐതിഹ്യത്തെക്കുറിച്ച് നമുക്ക് ഏവർക്കും അറിവുള്ളതാണ്. കുറിച്ചിയിൽ നിന്നാണ് ഈ വിഗ്രഹം ഇവിടേക്ക് കൊണ്ടുവന്നത്. കുറിച്ചിയിലെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ അതിന് വളരെ വിശേഷപ്പെട്ട ഒരു സാന്നിധ്യമുണ്ടായിരുന്നു. സന്താന ഗോപാലനുമായി ബന്ധപ്പെട്ട് അർജുനന് ഭഗവാൻ തന്നെ നൽകിയ 3 വിഗ്രഹങ്ങൾ, 3 മഹാവിഷ്ണു വിഗ്രഹങ്ങളിൽ ഒന്ന് ഗുരുവായൂരും മറ്റൊന്ന് തൃപ്പൂണിത്തുറയിലും പിന്നെ ഒന്ന് കുറിച്ചിയിലുമാണ് ഉണ്ടായിരുന്നത്. കുറിച്ചിയിലെ വിഗ്രഹമാണ് ഇവിടേക്ക് കൊണ്ടുവരേണ്ടത്. കരികുളം എന്നറിയപ്പെടുന്ന പ്രദേശത്തിരുന്ന വിഗ്രഹമാണ് ഇവിടേക്ക് കൊണ്ടുവരേണ്ടത് എന്നറിഞ്ഞ ചെമ്പകശ്ശേരി രാജാവിൻ്റെ മന്ത്രി പല തന്ത്രപ്രയോഗങ്ങളിലൂടെയാണ് ഒടുവിൽ വള്ളത്തിലേറ്റി വിഗ്രഹം ഇവിടേക്ക് കൊണ്ടുവന്നത്. അന്ന് വിഗ്രഹം വന്നിറങ്ങിയ കടവും ആ കടവിൽ നിന്ന് അന്ന് പമ്പാനദി ക്ഷേത്രത്തിന് തൊട്ട് മുന്നിലൂടെയാണ് ഒഴുകിയിരുന്നത്. അവിടെ നിന്ന് പിന്നീട് ക്ഷേത്രത്തിലേക്ക് പ്രതിഷ്ഠിക്കുകയും ചെയ്ത ആ ഒരു ഐതിഹ്യം അതിന്നും എല്ലാവരും ഓർമ്മിക്കുന്ന ഒന്നാണ്. അങ്ങനെ ഭഗവാന്റെ വിഗ്രഹം ആദ്യം കൊണ്ടുവന്ന വഴികളിലൂടെ കിഴക്കേ നടയിലൂടെ സഞ്ചരിച്ച് ആലും മാവും ഒന്നു ചേർന്ന ആത്മാവ് എന്ന സങ്കല്പത്തെ കണ്ടുകൊണ്ട് നാം അകത്തേക്ക് എത്തുമ്പോൾ അമ്പലപ്പുഴ മഹാക്ഷേത്രത്തിൽ എല്ലാവരുടെയും മനസ്സ് തണുപ്പിക്കുന്ന കാഴ്ചയ്ക്ക് മുന്നിലേക്ക് നാം എത്തുകയാണ്. വലിയ ക്ഷേത്രക്കുളവും അതിനപ്പുറത്ത് ആ ക്ഷേത്രവും കേരളീയതയുടെ മുഴുവൻ മുഖമുദ്രയും ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാനാകും. ശരിക്കും അമ്പലപ്പുഴ ക്ഷേത്രത്തെക്കുറിച്ച് എത്ര നാൾ പറഞ്ഞാലും മതിയാവുകയില്ല തന്നെ. ഓരോ നാളും വീണ്ടും 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 വന്ന് ഈ ക്ഷേത്ര കാഴ്ചകളിൽ അലിയുവാനും ഈ ക്ഷേത്ര കാഴ്ചകളെക്കുറിച്ച് പറയുവാനും വീണ്ടും വീണ്ടും പറയുവാനും മനസ്സിനെ തോന്നിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇതിനു മുൻപ് അമ്പലപ്പുഴയിൽ വന്ന് വളരെയേറെ ദിവസങ്ങൾ വിശദമായി തന്നെ ക്ഷേത്രത്തിൻ്റെ പല കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കുവാനുള്ള ഒരു മഹാഭാഗ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഉദയാമൃതത്തിലൂടെ. പക്ഷേ ഇത്തവണ ആ കാര്യങ്ങളൊന്നുമല്ലാതെ മറ്റു കുറച്ച് പുതിയ കാര്യങ്ങളാണ് നാം മനസ്സിലാക്കുന്നത്. ഇനിയും വീണ്ടും വരുമ്പോൾ വീണ്ടും പുതിയ കാര്യങ്ങൾ. അതാണ് അമ്പലപ്പുഴ മഹാക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. ലോകത്തെവിടെ ഇരിക്കുന്ന മലയാളിക്കും ഈ കാഴ്ച കാണുമ്പോൾ പാൽപ്പായസത്തിൻ്റെ മധുരം ഓർമ്മകളിലേക്ക് വരും. അതുതന്നെയാണ് മഹാഭാഗ്യവും സൗഭാഗ്യവും. ആ സൗഭാഗ്യം പങ്കുവെച്ചുകൊണ്ട് ഇന്ന് നാം അമ്പലപ്പുഴയിൽ നാം ഇതുവരെ കേട്ടിട്ടില്ലാത്ത, ഇതുവരെ നാം പറയാത്ത ചില വിശേഷങ്ങൾ പറയുവാനൊരുങ്ങുകയാണ്. അമ്പലപ്പുഴ കൃഷ്ണൻ സാക്ഷിയാകുന്ന ഈ ദിവസത്തിൽ ജഗന്മാതാവിൻ്റെ വാക്കുകൾ തന്നെയാണ് നമുക്ക് പ്രകാശവും തണുപ്പും സ്നേഹവും കരവലയവും എല്ലാം.
അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ. ഈശ്വരനോട് പൂർണ്ണ ശരണാഗതി വെച്ച് പ്രാർത്ഥിക്കണം. അവിടുത്തെ തത്വമറിഞ്ഞ് ജീവിക്കണം. ഈശ്വരന് വേണ്ടി ഈശ്വരനെ ആശ്രയിച്ചാൽ നമുക്ക് വേണ്ടതെല്ലാം വന്നു ചേരും. ഒന്നിനും കുറവുണ്ടാകില്ല. അമ്മയുടെ ഈ വാക്കുകൾ ഹൃദയത്തിന് ആശ്വാസമേകട്ടെ. Sorry, my pistol is not in working condition. ഒരു സിനിമാ കഥ. ഫെബ്രുവരി 13 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാത്രി 8:30. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഹരിം ശ്രീധരം മാധവം ഗോപികാവല്ലഭം ജാനകീനായകം രാമചന്ദ്രം ഭജേ. വേനൽ കടുപ്പത്തിൻ്റെ പകലുകളിൽ പെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു മഴമേഘം കാണുന്ന അതേ ആശ്വാസമാണ് പലപ്പോഴും പല ക്ഷേത്രങ്ങളും നമുക്ക് നൽകുക. കാലം എത്ര മാറിയാലും മാറാതെ നമ്മുടെ സംസ്കൃതിയും പൈതൃകവും ബാക്കിയുണ്ടാകും എന്ന തോന്നൽ നമുക്ക് നൽകുന്ന മഹാക്ഷേത്രങ്ങൾ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലും അമ്പലപ്പുഴ ക്ഷേത്രത്തിലും കേരളത്തിലെ ചില അങ്ങനെ വളരെ പ്രസക്തമായ ക്ഷേത്രങ്ങൾ, പത്മനാഭസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിൽ എത്തുമ്പോഴാണ് കാലം മാറിപ്പോയിക്കൊള്ളട്ടെ, പക്ഷേ ആ പഴയ കാലം നൽകിയ ആചാരങ്ങൾ മാറിപ്പോകാതെ മുറുകെ പിടിക്കുവാൻ ചിലരിവിടെ ഉണ്ട് എന്നതിൻ്റെ ആശ്വാസം നമ്മിലേക്ക് എത്തുന്നത്. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ അങ്ങനെ മുറുകെ പിടിക്കുന്ന ഒരുപാട് ആചാരങ്ങളുണ്ട്. ആ ആചാരങ്ങളെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ആചാരങ്ങളെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചും പറയുന്നതിന് മുൻപ് ഇപ്പോൾ ധന്യമി ദിനം കാണാം. ബിടെക് പാസ്സായിട്ടുള്ള ഒരു പെൺകുട്ടി പല കല്യാണാലോചനയും വന്നു. ജാതകം ശരിയാവുന്നില്ല. ഒടുവിൽ അങ്ങനെ ഇരിക്കെ ഒരു കല്യാണത്തിന് ജാതകം ശരിയായി. ആ കല്യാണം നടത്താനുള്ള തീരുമാനം ആയി. അപ്പോൾ നമ്മുടെ മനസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 60% ഇഷ്ടമായാൽ ബാക്കി നമ്മൾ കയ്യിൽ നിന്നിടും. കയ്യിൽ നിന്നിടുക പറഞ്ഞാൽ ആകപ്പാടെ പൊരുത്തപ്പെട്ടു വന്നാൽ എല്ലാം കൊണ്ടും ഇങ്ങനെ യോജിച്ച പോലെ വരില്ല. പയ്യൻ്റെ വീട്ടുപേര് തെക്കേപ്പാട്ട്, മറ്റേത് വടക്കേപ്പാട്ട്, അച്ഛൻ എന്ന ജാതി, മറ്റാളുടെ അച്ഛൻ എന്ന ജാതി, രണ്ടാളും ഒരേ യോഗ്യത. ഒരാളുടെ പേര് രാജീവൻ, മറ്റേത് രാജകുമാരി. എന്താ പൊരുത്തം! അപ്പോൾ സാധാരണഗതിയിൽ നമുക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടാൽ ഒരു പ്രത്യേക ഫാക്ടർ വെച്ച് നമുക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടാൽ ബാക്കി കുറേ കയ്യിൽ നിന്നിടും. പുതിയ വീട് അന്വേഷിച്ചു. അങ്ങനെ ഇരിക്കെ ഇഷ്ടപ്പെട്ടൊരു വീട് കണ്ടാൽ നമ്മൾ അല്ലെങ്കിലേ കാറ്റ് കിട്ടും, നല്ല കാലാവസ്ഥ, വീടിൻ്റെ മുമ്പിലൊരു പ്ലാവുണ്ട്, നമ്മൾ കുറേ ഗുണങ്ങൾ അതിൻ്റെ കയ്യിൽ ചേർക്കും. വിരോധം വന്നാലും അങ്ങനെയാണ്. വിരോധം വന്നാൽ
ഒരു തെറ്റേ ചെയ്തുള്ളൂ. പിന്നെ അയാൾ യാതൊരു നന്മയും കാണില്ല. സകല ദുർഗുണവും അയാളിൽ ആരോപിക്കും, കയ്യിൽ നിന്നിടും. അപ്പോൾ ഇവരുടെ കല്യാണ നിശ്ചയം കഴിഞ്ഞു. ഇനിയിപ്പോൾ കല്യാണം എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് കല്യാണം. ഇപ്പോൾ പലയിടത്തും അങ്ങനെയുണ്ട്. കല്യാണ നിശ്ചയം കഴിഞ്ഞിട്ട് 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് കല്യാണം നടത്തുക. ആ നിശ്ചയത്തിൻ്റെ ചടങ്ങ് ഒരു കല്യാണത്തിൻ്റെ ചടങ്ങ് മുഴുവൻ ഉണ്ടാവും ചെയ്യും. ചില കല്യാണത്തിൻ്റെ ക്ഷണക്കത്ത് കിട്ടുമ്പോൾ ഇതിന് പോയല്ലോ, രണ്ടാമത്തെ കല്യാണം. അപ്പം എന്താ വെച്ചാൽ ആദ്യം പോയത് ഇത് ഉറപ്പിക്കലായിരുന്നു. ആ ഉറപ്പിക്കലിനും വരനും വധുവും വരും ഒക്കെ ചെയ്യും. ഭയങ്കര പണച്ചെലവുള്ളൊരു പരിപാടിയാണ് ഉറപ്പിക്കൽ. കല്യാണം ഉറപ്പിച്ചു, 2 കൂട്ടരും നഗരത്തിൽ 2 സ്ഥലത്താണ് താമസം. പിന്നെ അവർ എങ്ങനെ ജീവിച്ചാലും ഇവിടെ വിരോധം ഇല്ല. ദിവസേന ഫോണിലൂടെ സംസാരിക്കും, വിഷയങ്ങൾ കൈമാറും, ആശയങ്ങൾ വ്യക്തമാക്കും. അങ്ങനെ ആശയങ്ങൾ വ്യക്തമായിട്ട് അച്ഛനും അമ്മയും കല്യാണത്തിന് ഇവിടെ ഒരുങ്ങിയിരിക്കുമ്പോൾ അവർ അതിന് മുമ്പ് തന്നെ പിണങ്ങുന്ന ഒരു കഥ എങ്ങനെ എഴുതണം എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കും. ഈ പുതിയ ലവ് സ്റ്റോറീസ് നമുക്ക് കിട്ടണമല്ലോ, പിന്നെ യോജിപ്പിക്കും വേണം, അത് വേറെ കാര്യം. അങ്ങനെ ഇരിക്കെ വല്ലാതെ ലോകിയായി. എല്ലാം അമ്മയോടും അച്ഛനോടും ചോദിച്ചിട്ടേ ഈ പെൺകുട്ടി ചെയ്യുള്ളൂ. അപ്പം നമുക്കൊരു ടൂറ് പോകാൻ 2 കൂടി, ഒരു ഔട്ടിങ് എന്ന് പറഞ്ഞു. പെൺകുട്ടിക്ക് പോകാൻ പേടി, മടി. പക്ഷേ നിർബന്ധിച്ചു. നിർബന്ധിക്കുന്ന ആരാ? കല്യാണം ചെയ്യാൻ പോകുന്ന ആളാണ് നിർബന്ധിക്കുന്നത്. അച്ഛനോടും അമ്മോടും പറഞ്ഞത് ചെയ്യാമെന്ന് വെച്ചാൽ അച്ഛനോടും അമ്മോടും പറഞ്ഞു, ഞങ്ങളൊരു ടൂർ ഊട്ടിക്ക് പോകാനാണ് പരിപാടി. അച്ഛനും അമ്മയും പറഞ്ഞു ശരിയല്ല, അത് പറ്റില്ല എന്ന് പറഞ്ഞു. എന്താ പോകേണ്ട കുഴപ്പം? ഒരു കുഴപ്പം ഉണ്ടാവാൻ പോണില്ലല്ലോ. നാളെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ അല്ലല്ലോ ഞാൻ ജീവിക്കേണ്ടത്, അയാളുടെ കൂടെ അല്ലേ. മാത്രമല്ല ഉണ്ണിയേട്ടനൊക്കെ നല്ല പോലെ അറിയാലോ. ഉണ്ണിയേട്ടനെല്ലാം എന്നോട് പറയും. ഏതൊരു കാര്യം ഉണ്ടെങ്കിലും മൊബൈലിൽ വിളിച്ചിട്ട് അഭിപ്രായം ചോദിച്ചിട്ടാണ് ഉണ്ണിയേട്ടൻ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഒന്ന് ഔട്ടിങ്ങിന് പോയാൽ എന്താ കുഴപ്പം? പറ്റില്ല എന്ന് അച്ഛനും അമ്മയും 100% ധിക്കരിക്കാൻ ഈ കുട്ടിക്ക് മടി. ഇവരോട് പറയുകയും ചെയ്തു. അപ്പം പറഞ്ഞതേ അബദ്ധമായി. ഇനിയിപ്പോൾ പോയാൽ ഇവരറിയും. ധിക്കാരം മാക്സിമം എത്തിയപ്പോൾ അച്ഛനമ്മയും പറഞ്ഞു, ഇന്ന വ്യക്തിയെ നിങ്ങൾക്കറിയോ? അപ്പോൾ കുട്ടി പറഞ്ഞു എനിക്കറിയാം. ആ വ്യക്തി ഇതിനെപ്പറ്റിയൊരു അഭിപ്രായം പറയും, നീ അതനുസരിക്കുമോ? അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു ആ വ്യക്തി പറഞ്ഞാൽ ഞാൻ കേൾക്കാം. ചില കാര്യങ്ങളെ പറ്റിയിട്ട് കൗൺസിലിങ്ങിനൊക്കെ ചിലവർ വിളിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് അത് വരി പറയണമെങ്കിൽ അത് സ്വാധീനിക്കുമല്ലോ. മാത്രമല്ല ആ വ്യക്തി കുറച്ച് പുരോഗമന ചിന്താഗതിക്കാരനായിട്ടാണ് മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലൂടെയൊക്കെ. അങ്ങനെ അച്ഛനും അമ്മയും ഈ പെൺകുട്ടിയും കൂടി അദ്ദേഹത്തെ വന്ന് കാണും. ഈ പെൺകുട്ടിയോട് മാത്രം സംസാരിച്ചോളാമെന്ന് പറഞ്ഞു. മിക്കവാറും കൗൺസിലിങ്ങിൻ്റെ പ്രശ്നമൊക്കെ വരുമ്പോൾ ആ വ്യക്തിയോട് മാത്രമേ സംസാരിക്കാവൂ, ബാക്കിയുള്ളവർ കേൾക്കരുത്. ബാക്കിയുള്ളവർ കേട്ടാൽ ഇത് ഞാനും പറഞ്ഞാണേ എന്നൊക്കെ പറയും. ഒരു കാര്യം ഒരാളോട് പറയുമ്പോൾ അവിടെ ഇരിക്കണമല്ലോ, അതിക്കറിയേ ഞാൻ പറഞ്ഞു നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഗ്രാമീണ ഭാഷ പറഞ്ഞാൽ കുളം ആക്കും. അപ്പോൾ ആ കുട്ടിയോട് ചോദിച്ചു ഇങ്ങനെ പോയതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ എന്ന് അങ്ങോട്ട് ചോദിച്ചു. ഒരു കുഴപ്പമില്ല, ഞാൻ അച്ഛനും അമ്മയോടും ഒക്കെ പറഞ്ഞു, ഉണ്ണിയേട്ടൻ വളരെ വിശ്വസ്തനാണ്, എന്നെ മാത്രമേ വിശ്വാസമുള്ളൂ. ഇന്ന കളറിലുള്ള ഷർട്ട് ഇടരുതെന്ന് പറഞ്ഞാൽ ആ കളറിലുള്ള ഷർട്ട് വരെ ഇടില്ല. അപ്പോൾ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, നമ്മളൊരു കാര്യം ചെയ്യുന്നത് ഭാവിയിലെ ഗുണത്തിനാണോ ദോഷത്തിനാണോ? ഇതുകൊണ്ട് ഇപ്പോൾ ഭാവിയിൽ ഗുണമാണോ ദോഷമാണോ ഉണ്ടാവുക? അയ്യോ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഭാവിയിൽ ഗുണം വല്ലതും ഉണ്ടോ? അതുകൊണ്ട് ഗുണമില്ല, ദോഷവും ഇല്ലല്ലോ. ഗുണവുമില്ല ദോഷവുമില്ല. നാളെ ജീവിത രീതി മാറും.
വിവാഹത്തിന് മുമ്പേ പ്രതിശ്രുത വരൻ്റെ കൂടെ ഔട്ടിങ്ങിന് പോയതാണ് എന്നുള്ള കാര്യം തന്നെ ആ വ്യക്തി ഏറ്റവും വലിയൊരു അസ്ത്രമായിട്ട് ഉപയോഗിക്കില്ലേ? കാലം മാറും, രീതി മാറും, ഇണക്കവും ഉണ്ടെങ്കിൽ പിണക്കവും ഉണ്ട്. അല്ലെങ്കിൽ നീ വലിയ വർത്താനൊന്നും പറയണ്ട, ഞാൻ വിളിച്ചപ്പോൾ നീ എൻ്റെ കൂടെ വന്നോളല്ലേ കല്യാണത്തിന് മുമ്പേ എന്ന ആയുധം പിന്നീട് ഉപയോഗിക്കില്ല എന്ന് എഴുതി ഒപ്പിട്ട് തരാൻ പറ്റുമോ? മാത്രമല്ല, കുട്ടി ഇപ്പോൾ എന്നെ കാണാൻ വന്നല്ലോ, വന്നു. വരുമ്പോൾ ഗേറ്റ് കിടന്നിട്ട് 2 പേര് പോയത് കണ്ടു. സാറിൻ്റെ വീട്ടിൽ കഴിഞ്ഞിട്ട് ഗേറ്റ് കിടന്ന് 2 പേര് കണ്ടു. അവരെന്തിനാ വന്നത് അറിയോ? അവർ ഡൈവേഴ്സിൻ്റെ വക്കിൽ നിൽക്കുകയാണ്. ആ ഡൈവേഴ്സിൻ്റെ വക്കിൽ നിൽക്കുമ്പോൾ അവിടെ തന്നെ പ്രധാന കാരണം ഭർത്താവ് പറയുന്നത് നീ വലിയ ശീലാവധി ചമയണ്ട എന്നാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഗുണം ഒന്നും ചെയ്യില്ല, ദോഷം ചെയ്യും. ഇങ്ങനെ ഔട്ടിങ്ങിൻ്റെ കാര്യം പോയതുകൊണ്ടാണ് അവർ ഡൈവേഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുന്നത്. അപ്പോൾ യാഥാസ്ഥിതികം എന്ന് പറയാവുന്ന ചില കാര്യങ്ങളിലേക്ക് നാം വരുന്നത്, യാഥാസ്ഥിതികം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സ്ഥിതിയാണ്. ഇത്തരം കാര്യങ്ങൾ ഗുണമൊന്നും ഉണ്ടാക്കുകയില്ല. ഉണ്ടാക്കുമോ എന്ന് ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. മുരളി ഗോവിന്ദ, മുരഹര മുരളി ഗോവിന്ദ, സാമഗാനലോല ശ്യാമവർണ്ണ കൃഷ്ണ, സാമഗാനലോല ശ്യാമവർണ്ണ കൃഷ്ണ. അമ്പലപ്പുഴയിലെ ആചാരങ്ങളിൽ 12 കളഭത്തിന് വലിയ പ്രാധാന്യമുണ്ട്. എല്ലാ വർഷവും മകരമാസം 1-ാം തീയതി തുടങ്ങി 12 ദിവസമാണ് 12 കളഭം നടക്കുന്നത്. ഇങ്ങനെ ഈ 12 കളഭം നടത്തുമ്പോൾ 12 കളഭങ്ങൾ പൂർത്തിയാകുമ്പോൾ, അതായത് 12 കളഭം നടത്തുന്നത് 12 എണ്ണം ആകുമ്പോൾ ഒരു പള്ളിപ്പാന നടത്തും. അത് 12 വർഷത്തിലൊരിക്കലാണെന്ന് ഊഹിക്കാമല്ലോ. അങ്ങനെ ഒരു പള്ളിപ്പാന 12 വർഷത്തിലൊരിക്കൽ നടത്തുമ്പോൾ 12 പള്ളിപ്പാനകൾ കൂടുന്ന ഒരാഘോഷമുണ്ട്. അതാണ് വിജയബലി എന്നറിയപ്പെടുന്നത്. അതൊരു പക്ഷേ അമ്പലപ്പുഴയിൽ മാത്രമുള്ള ആചാരമാണ്. വിജയബലി എന്ന് പറയുന്ന ഒരു ഉത്സവം ഒരിക്കൽ നടന്നാൽ പിന്നീട് അത് അടുത്ത തവണ വരണമെങ്കിൽ 144 വർഷം കഴിയണമെന്നാണ്. ഏതാണ്ട് ഒരു 1954 കാലഘട്ടത്തിലാണ് അവസാനമായിട്ട് വിജയബലി നടന്നിരിക്കുന്നത്. ഇനി 2098 അന്ന് നമ്മൾ ആരും ഉണ്ടാവില്ല. പുതിയ തലമുറയിൽപ്പെട്ട, അതായത് ഇപ്പോൾ ജനിച്ചവർ പോലും തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനിയും വരുന്ന പുതുതലമുറ അവരൊക്കെയാണ് ആ ഒരു വിജയബലിക്ക് പങ്കെടുക്കുന്നത്. അന്ന് ആചാരങ്ങളൊക്കെ അതിനനുസരിച്ച് ചെയ്യുവാനുള്ളൊരു പ്രാപ്തി ആ തലമുറയ്ക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ആ വിജയബലി കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും ഒരു 144 വർഷം കഴിഞ്ഞാൽ അടുത്ത വിജയബലി. അപ്പോൾ അതിൻ്റെ ഒരു കണക്ക് ഇങ്ങനെയാണ്. ആദ്യം 12 കളഭം നടത്തും. ആ 12 കളഭം ചേരുമ്പോൾ ഒരു പള്ളിപ്പാനയാകും. ആ പള്ളിപ്പാന 12 എണ്ണം ആകുമ്പോഴാണ് ഇത്തരത്തിലൊരു വിജയബലി സംഭവിക്കുക. ഈ പള്ളിപ്പാന നടത്തുമ്പോൾ തന്നെ അതിലൊരു വേലൻ്റെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. ആദ്യത്തെ വേലൻ, ആ വേലൻ എന്ന് പറയുന്നത് മഹാദേവനാണെന്നാണ് വിശ്വസിക്കുന്നത്. ഇതിനൊരു കാരണമുണ്ട്. പള്ളിപ്പാന നടത്തുന്നതിന് ഒരു ഐതിഹ്യമുണ്ട്. ഭഗവാൻ ആലസ്യത്തിലായ ഒരു കാലമുണ്ടായിരുന്നു. അതായത് കർമ്മനിരതമായ ഒരു ഭാവത്തിൽ നിന്നിട്ട് വിഷ്ണുവിന് ആലസ്യം വരികയും ആലസ്യം പൂണ്ടിരിക്കുകയും ചെയ്തു. അപ്പോൾ ജ്യോതിശാസ്ത്രത്തിൻ്റെ അധിപനായ സുബ്രഹ്മണ്യ സ്വാമി അതിനൊരു പരിഹാരം നിർദ്ദേശിച്ചത് മഹാവിഷ്ണുവിനെ വീണ്ടും ഉണർത്തിക്കൊണ്ടുവരാൻ, പ്രപഞ്ചത്തിൻ്റെ ആ ശക്തിയെല്ലാം സമതുലിതമായി നിൽക്കുവാനായി മഹാവിഷ്ണുവിനെ ഉണർത്തിക്കൊണ്ടുവരുവാനായി പള്ളിപ്പാന നടത്തുവാൻ നിർദ്ദേശിച്ചത് സുബ്രഹ്മണ്യനാണ്. അങ്ങനെ പള്ളിപ്പാന നടത്തുമ്പോൾ ഒരു വേലൻ്റെ സാന്നിധ്യം വേണം. പക്ഷേ ആ സമയത്തെങ്ങും ഒരു വേലനെയും കണ്ടെത്താനാകാതെ എല്ലാവരും വിഷമിച്ചു വന്നു. ഈ സമയത്ത് മഹാദേവൻ തന്നെ വേലനായും ശ്രീപാർവതി വേലത്തിയായും വന്ന് ആ ചടങ്ങുകൾ ഗംഭീരമാക്കി. ഇന്നും ഇവിടെ വേലന്മാർക്ക് വളരെ പ്രാധാന്യമാണ്.
മാത്രമല്ല ഉത്സവവുമായി ബന്ധപ്പെട്ട വേലകളി അതിഗംഭീരമായിട്ടാണ് നടത്തുന്നത്. ആ ശൈവ സാന്നിധ്യം അത്രമാത്രം ശക്തമായിട്ട് വേലകളിയിലും അതുപോലെ തന്നെ വേലനുമായി ബന്ധപ്പെട്ട സങ്കല്പങ്ങൾക്കുമൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരുടെ ആ ഒരു കർത്തവ്യത്തിൻ്റെ ഔന്നത്യത്തെ ഒരു നൃത്തമെന്നോ അല്ലെങ്കിൽ ഒരു യുദ്ധമുറയുടെ അവതരണമെന്നോ ഒക്കെ പറയാവുന്ന ആ വേലകളിക്ക് ശൈവ സാന്നിധ്യവുമുണ്ട്, എന്നാൽ വൈഷ്ണവ പ്രീതിക്കായിട്ടുള്ള ഒരു ആരാധനയുമുണ്ട്. അങ്ങനെ വിജയബലി, പള്ളിപ്പാനയിൽ തന്നെ വേലൻ്റെ സാന്നിധ്യം, പിന്നെ അതുകൂടാതെ ഉത്സവത്തിൻ്റെ വേലകളി, ഇതൊക്കെ അമ്പലപ്പുഴയുടെ വലിയ പ്രത്യേകതയാണ്. കൃഷ്ണ കൃഷ്ണ അമ്പാടി കണ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ അമ്പലപ്പുഴ വാഴും കൃഷ്ണ കൃഷ്ണ അമ്പാടി കണ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ. അമ്പലപ്പുഴയെക്കുറിച്ച് മറ്റൊരു വിശ്വാസം കൂടിയുണ്ട്. അത് ഇവിടുത്തെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ആദ്യകാലത്ത് ക്ഷേത്രത്തിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കണം എന്നുള്ളത്, അതായത് ഇവിടെ വില്ലുമംഗലം സ്വാമിയാർ ചെമ്പകശ്ശേരി രാജാവിനോടൊപ്പം യാത്ര ചെയ്യുന്ന സമയത്ത് അരയാലിന് മുകളിൽ നിന്ന് വേണുഗാനം കേട്ടു എന്നൊരു ഐതിഹ്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. വേണുഗാനം കേട്ടെടുത്ത് ക്ഷേത്രം നിർമ്മിക്കണമെന്ന തീരുമാനമുണ്ടാവുകയും ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടത് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം വിഗ്രഹം നിർമ്മിക്കുകയാണ് ഉണ്ടായത്. ഈ സമയത്ത് ചെമ്പകശ്ശേരി രാജാവിൻ്റെ മൂലകുടുംബമായ കുടമാളൂരിൽ നിന്ന് വന്ന കടിയക്കോൽ നമ്പൂതിരിയും അതുപോലെ തന്നെ ചെമ്പകശ്ശേരി രാജ്യത്ത് തന്നെ ഉണ്ടായിരുന്ന പുതുമന നമ്പൂതിരിയും, ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. രണ്ടുപേർക്കും സ്ഥാനങ്ങൾ ഏറെ ഉണ്ടെങ്കിലും കടിയക്കോൽ നമ്പൂതിരിക്ക് ഒരല്പം സ്ഥാനം കൂടുതലുണ്ടായിരുന്നു. പുതുമന നമ്പൂതിരി ആകട്ടെ പാണ്ഡിത്യം കൊണ്ട് അദ്ദേഹമായിരുന്നു ശ്രേഷ്ഠൻ. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വിഗ്രഹ പ്രതിഷ്ഠയ്ക്കായി കൊണ്ടുവരികയും പുതിയ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ഒരുങ്ങുകയും ചെയ്തത്. ഈ സമയത്ത് പുതുമന നമ്പൂതിരി സധൈര്യം മുന്നോട്ട് വന്ന് പറഞ്ഞു, ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ പാടില്ല, ഇത് കേട് വന്ന അശുദ്ധിയുള്ള വിഗ്രഹമാണ് എന്ന്. ഇത് മറ്റു നമ്പൂതിരി ഒരു തരത്തിലും സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം തർക്കത്തിന് വന്നപ്പോൾ എങ്ങനെ ഇത് തെളിയിക്കും, അതായത് അശുദ്ധിയുള്ള വിഗ്രഹമാണ് എന്ന് തെളിയിക്കുമോ, എന്നാൽ പ്രതിഷ്ഠയ്ക്ക് മുമ്പ് തെളിയിക്കാൻ പറഞ്ഞു. ഇത് കേട്ട ഉടനെ തന്നെ പുതുമന നമ്പൂതിരി വന്ന് വിഗ്രഹത്തിൻ്റെ വയറിൻ്റെ ഭാഗത്തൊരു കൊട്ടു കൊടുത്തു അത്രേ. ഈ കൊട്ടു കൊടുത്ത ഉടനെ ആ വയറിൽ നിന്ന് കുറച്ച് ജലവും ഒരു തവളയും പുറത്തേക്ക് ചാടി. അങ്ങനെ ജലവും തവളയും പുറത്തേക്ക് വരികയാണെങ്കിൽ അതൊരു അശുദ്ധിയുള്ള വിഗ്രഹമാണെന്ന് മനസ്സിലായല്ലോ. ഇത് കണ്ടതോടുകൂടി പിന്നീട് വിഗ്രഹത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം അവിടെ നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നീട് വിഗ്രഹം ഏതാണ് ഇവിടെ ഒരു ഉചിതമായ വിഗ്രഹം വേണ്ടത് എന്ന ചിന്ത വരികയും ഭഗവാൻ തന്നെ അർജുനന് നൽകിയ 3 വിഗ്രഹങ്ങളിലൊന്ന് കുറിച്ചിയിലുണ്ട് എന്നും അത് അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തീരുമാനമാകുന്നത്. ഇനി അത് അവിടെ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴും ഉണ്ടായിരുന്നു പ്രശ്നം. വിഗ്രഹം എത്ര ശ്രമിച്ചിട്ടും പ്രതിഷ്ഠിക്കാനാകുന്നില്ല, ഇളകിക്കൊണ്ടേയിരുന്നു അത്. എല്ലാവരും പണ്ഡിതന്മാരും തന്ത്രിമാരും എല്ലാം കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടും വിഗ്രഹം എത്ര ശ്രമിച്ചും ഉറയ്ക്കുന്നില്ല. ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആരുടെയും അനുവാദമില്ലാതെ ഒരു ഭ്രാന്തൻ അകത്തേക്ക് കയറി വന്നു. നേരെ കടന്നു വന്ന് ശ്രീകോവിലിനകത്തേക്ക് കയറി വിഗ്രഹത്തെ അവിടെ ഉറപ്പിച്ച് പിടിച്ചൊന്ന് ഇരുത്തി, അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് പിടിച്ചു ഇരുത്തി ഭ്രാന്തൻ ഇറങ്ങി പോവുകയും ചെയ്തു. പിന്നീട് തന്ത്രിമാരും പണ്ഡിതന്മാരും എല്ലാം നോക്കുമ്പോൾ വിഗ്രഹം നന്നായി ഉറച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി. അതിനുശേഷമാണ് ഈ ഭ്രാന്തൻ ആര് എന്ന് അന്വേഷിച്ചത്. വൈഷ്ണവാംശമുണ്ട് എന്ന് വിശ്വസിക്കുന്ന നാറാണത്ത് ഭ്രാന്തൻ തന്നെയായിരുന്നു അന്ന് അവിടെ വന്നത്. നാറാണത്ത് ഭ്രാന്തൻ അമ്പലപ്പുഴയിൽ പ്രതിഷ്ഠാകർമ്മം നടത്തിയെന്ന് വിശ്വസിക്കുമ്പോൾ അതുപോലെ തന്നെ നാറാണത്ത് ഭ്രാന്തൻ പ്രതിഷ്ഠ നടത്തിയെന്ന് വിശ്വസിക്കുന്ന മറ്റൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രഭൂമിയിൽ നമുക്ക് പോകാനായിട്ടുണ്ട്. കോട്ടയത്താണ് അതുള്ളത്. കോട്ടയത്ത് ആ ക്ഷേത്രം അറിയപ്പെടുന്നത് തമ്പലക്കാട് എന്നാണ്. തമ്പലക്കാട് ക്ഷേത്രം ഒരല്പം ചെറുതാണ് എങ്കിലും കാഴ്ചയിൽ അമ്പലപ്പുഴ ക്ഷേത്രവുമായി ഒരുപാട് സമാനതകൾ പുലർത്തുന്ന ക്ഷേത്രമാണ്. അമ്പലപ്പുഴയിലും തമ്പലക്കാടിലും നാറാണത്ത് ഭ്രാന്തൻ പ്രതിഷ്ഠിച്ചു എന്നതാണ് വിശ്വാസം. കേളിക്കൊട്ടുണർന്നു അമ്പലനടയിൽ ദീപമാലകൾ മിഴി തുറന്നു. കേശവനുണ്ണി കണ്ണന്റെ ചിദ്രൂപം ദീപാരാധനയിൽ മനം കുളിർന്നു. ദീപാരാധനയിൽ മനം കുളിർന്നു. ഒരു കാലത്ത് കേരളത്തിൻ്റെ സാഹിത്യ മേഖലകളെ പരിപോഷിപ്പിച്ചുകൊണ്ട് നിരവധി കാവ്യങ്ങൾ ഇവിടെ നിലവിലുണ്ടായിരുന്നു. കേക സന്ദേശവും ഉണ്ണുനീലി സന്ദേശവും ശാരികാ സന്ദേശവും ഒക്കെ അതിനുദാഹരണമാണ്. അതിൽ ശാരികാ സന്ദേശത്തിൽ അമ്പലപ്പുഴ ക്ഷേത്രത്തെയാണോ വർണ്ണിക്കുന്നത്. ശാരികാ സന്ദേശം എഴുതിയ കാലം ഏത് എന്ന് കൃത്യമായി പറയാനാകുന്നില്ല എങ്കിലും വളരെ പഴക്കം ചെന്നൊരു ഗ്രന്ഥമാണ് അത്. അതിൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണൻ്റെ വർണ്ണന തന്നെയാണ് മുഴുവനുമുള്ളത്. മെൽപ്പത്തൂർ ഭട്ടതിരിയുടെ സമശീർഷനായ ഒരു രാമപാണി വാദനാണ് അത് രചിച്ചത് എന്ന് സങ്കല്പിക്കപ്പെടുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. ഏതായാലും ശാരികാ സന്ദേശത്തെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുമ്പോൾ അതിനകത്തൊരു ആ സന്ദേശത്തിൻ്റെ തന്നെ ഒരു പ്രധാന കാരണം വൃന്ദാവനവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. വൃന്ദാവനത്തിൽ കൃഷ്ണനോടൊപ്പം രാസലീലയാടിയിരുന്ന ഒരു ഗോപിക പെട്ടെന്ന് കൃഷ്ണനോട് ചില കാരണങ്ങളാൽ പിണങ്ങുകയും കൃഷ്ണനെ കാണാതെ പോയി വള്ളിക്കൂടിൽ ഒളിച്ചിരിക്കുകയും ചെയ്തു. പരിഭവിച്ചാണ് പോയി ഒളിച്ചിരുന്നത്. പക്ഷേ പിന്നീട് തൻ്റെ
പ്രിയതമൻ തന്നെ വന്ന് ആ പിണക്കമെല്ലാം മാറ്റി തന്നെ സ്നേഹിച്ച് കൂട്ടിക്കൊണ്ടുപോകുമെന്ന പ്രതീക്ഷയിലാണ് ഗോപിക വള്ളിക്കുടിൽ കയറി ഒളിച്ചിരിക്കുന്നത്. പക്ഷേ വളരെയേറെ നേരം കാത്തിരുന്നിട്ടും കൃഷ്ണനെ കാണാതായപ്പോൾ വല്ലാതെ മനസ്താപം പൂണ്ട് പുറത്തേക്കിറങ്ങി വന്ന് കൃഷ്ണനെ അന്വേഷിക്കുന്നു. അപ്പോഴാണ് കൃഷ്ണൻ അവിടെ എങ്ങുമില്ല എന്ന് മനസ്സിലാക്കുന്നത്. ഇത് ആ ഗോപികയെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ അവർ തപസ് തുടങ്ങുന്നു. ഒടുവിലാണ് മനസ്സിലാക്കുന്നത് കൃഷ്ണൻ ഇവിടം വിട്ടു പോയിരിക്കുന്നു, വൃന്ദാവനം വിട്ടു പോയിരിക്കുന്നു. ഇനി പിന്നെ കൃഷ്ണനെ എവിടെയാണ് ചെന്നാൽ കാണാനാവുക എന്ന് പറഞ്ഞപ്പോൾ അമ്പലപ്പുഴയിൽ, കേരളക്കരയിൽ അമ്പലപ്പുഴയിലാണ് കൃഷ്ണനെ ഉള്ളത്. വൃന്ദാവനത്തിൻ്റെ അതേ മൂർത്തിഭാവത്തിൽ ആനന്ദമൂർത്തിയായി കൃഷ്ണനുള്ളത് അമ്പലപ്പുഴയിലാണ് എന്ന് ഗോപിക മനസ്സിലാക്കുന്നു. അപ്പോൾ അമ്പലപ്പുഴയിലേക്ക് ഗോപിക ഒരു സന്ദേശം അയക്കുന്നു. അതാണ് ശാരികാ സന്ദേശം. ശരിക്കും അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഇതിനു മുൻപ് നാം എത്തിയിട്ടുള്ളതും ഇപ്പോഴെത്തിയതും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്തെന്നല്ലേ, അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ആദ്യം എത്തുമ്പോൾ നാം വൃന്ദാവന യാത്രയുടെ ആത്മാവ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വൃന്ദാവന യാത്രയുടെ ആത്മാവ് അറിഞ്ഞതിന് ശേഷം ആദ്യം എത്തുന്ന വിഷുക്കാലമാണ്. തീർച്ചയായും അതുകൊണ്ട് തന്നെ ഈ വിഷുക്കാലത്തിൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, അതായത് തെക്കൻ വൃന്ദാവനം എന്നറിയപ്പെടുന്ന, കേരളത്തിലെ വൃന്ദാവനം എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രഭൂമിയിൽ എത്തിയതിന് പല കാരണങ്ങളുമുണ്ട്. വൃന്ദാവന യാത്രയിലൂടെ നാം അറിഞ്ഞത് വിഷ്ണുവിൻ്റെ ആത്മീയഭാവം, ആ ആത്മീയഭാവത്തിൻ്റെ പ്രകൃതി പരിവേഷമാണ്, ശ്രീകൃഷ്ണ ചൈതന്യത്തിൻ്റെ പ്രത്യേകതകളാണ്. ആ സാന്നിധ്യത്തെ അറിഞ്ഞതിന് ശേഷം വീണ്ടും അമ്പലപ്പുഴയിൽ എത്തുമ്പോഴാണ് ആനന്ദമൂർത്തിയുടെ ഭാവം, പാൽപ്പായസത്തിൻ്റെ മധുരം, അതൊക്കെ എന്തിന് എന്ന്, ജീവിതത്തിൽ മുഴുവനും സന്തോഷം നിറയ്ക്കേണ്ടത്. ഈ ഒരു നിമിഷത്തിൽ സന്തോഷത്തോടുകൂടി ജീവിച്ചുകൊണ്ട്, ഇന്നലകളെ മറന്നുകൊണ്ട് നാളകളെക്കുറിച്ച് ആകുലപ്പെടാതെ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് ഭഗവാൻ പറഞ്ഞു തരികയാണ് ഓരോ ക്ഷേത്രഭൂമിയിൽ. അതിൽ പ്രത്യേകിച്ചും അമ്പലപ്പുഴയിലെ ആനന്ദമൂർത്തിയെ നിന്നുകൊണ്ട് എന്ന് നാം തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് വൃന്ദാവനത്തിൻ്റെ ആത്മാവറിഞ്ഞ എല്ലാവർക്കും ഈ വിഷുക്കാലം അനുഗ്രഹം നിറഞ്ഞതാകട്ടെ. വിഷുവിന് 3 ദിവസം, വിഷുവിന് തുടർച്ചയായി നാം അമ്പലപ്പുഴ കൃഷ്ണക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് കണ്ടുവരുന്നത്. ഇനി നാളെ മുതൽ പുതിയ കാഴ്ചകളിലേക്ക് കടക്കുകയാണ്. ഈ കാഴ്ചകൾ, ജീവിതത്തിലെ ഓരോ ചിന്തകൾ, ഓരോ നിമിഷങ്ങൾ, അതെല്ലാം ഐശ്വര്യദായകമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.